നമസ്കാരം. നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏറ്റവും ജനകീയമായ പദ്ധതികളിൽ ഒന്നാണ് PM കിസാൻ നിധി പദ്ധതി. രാജ്യത്തെ കർഷകർക്ക് പ്രതിവർഷം 6000 രൂപയുടെ സാമ്പത്തിക സഹായം അവരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് നൽകുന്ന ഒരു കേന്ദ്ര പദ്ധതിയാണ് കിസാൻ സമ്മാൻ നിധി. തീർച്ചയായും രാജ്യത്തെ ചെറുകിട നാമമാത്ര കർഷകർക്ക് അവരുടെ കാർഷിക വൃത്തിക്കിടയിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സമയത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ചെറിയ ധനസഹായമാണ് എന്നുള്ളത് തന്നെ രാജ്യമാകെ കർഷകർ ഈ പദ്ധതിയെ വലിയ രീതിയിൽ സ്വാഗതം ചെയ്തിരുന്നു. രാഷ്ട്രീയ ഭേദമന്യേ, സംസ്ഥാന ഭേദമന്യേ എല്ലാ ജനങ്ങളും ഈ പദ്ധതിയെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പോലും ഏതാണ്ട് 36 ലക്ഷത്തോളം ഉപഭോക്താക്കൾ ഈ പദ്ധതി അനുസരിച്ചുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത രാജ്യത്തെ കർഷകർക്ക് സർക്കാർ നൽകുന്ന നേരിട്ടുള്ള ഒരു ധനസഹായമാണ്. കോടിക്കണക്കിന് വരുന്ന രാജ്യത്തെ കർഷകരെ ശാക്തീകരിക്കുന്ന ഒരു പദ്ധതിയാണ്. അവർക്ക് ഒരു സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ്. അവർക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ രാജ്യമെമ്പാടുമുള്ള കർഷകർ ഇതിനെ ഹർഷാരവത്തോടു കൂടിയാണ് സ്വാഗതം ചെയ്തത്. 2019 ഈ പദ്ധതി നടപ്പിലാക്കി തുടങ്ങിയത്. അപ്പോൾ തന്നെ കേരളത്തിൽ ഏതാണ്ട് 36 ലക്ഷത്തോളം ഉപഭോക്താക്കൾ ഈ പദ്ധതിക്ക് കീഴിലുണ്ട്. പ്രതിവർഷം 36 ലക്ഷം ആളുകൾക്കാണ് 2019 6000 രൂപയുടെ ധനസഹായം കേന്ദ്ര സർക്കാർ കേരളത്തിലെ കർഷകർക്ക് നൽകിയത്. എന്നാൽ ഇപ്പോൾ ഈ പദ്ധതി കേരളത്തിൽ ഒരു പ്രതിസന്ധിയെ നേരിടുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ അനാസ്ഥ മൂലം ഏതാണ്ട് 10 ലക്ഷത്തോളം ഗുണഭോക്താക്കൾ, 10 ലക്ഷത്തോളം ചെറുകിട കർഷകർ, അവർക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാകുന്ന ഒരു സാഹചര്യം കേരളത്തിൽ സംജാതമായിരിക്കുന്നു എന്നാണ് കർഷക മോർച്ച ഇപ്പോൾ ആരോപിക്കുന്നത്. അതായത് അവർ പറയുന്നത് ഈ പദ്ധതി അനുസരിച്ച് 36 ലക്ഷം ജനങ്ങൾ അല്ലെങ്കിൽ 36 ലക്ഷം കർഷകർ കേരളം എന്ന സംസ്ഥാനത്തിൽ മാത്രം ഉപഭോക്താക്കളായിരുന്നു. ആദ്യമൊക്കെ ഇത് ഓൺലൈൻ ആപ്ലിക്കേഷൻ ആയിരുന്നു. എന്നാൽ ഇതിനിടയിൽ അർഹതയില്ലാത്ത പലരും അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. കർഷകർക്കുള്ള ഈ ഫണ്ട് പല അർഹതയില്ലാത്തവരും തട്ടിയെടുക്കുന്നു, കർഷകരല്ലാത്ത പല ആളുകളും തട്ടിയെടുക്കുന്നു എന്ന് കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കേരളത്തിലെ കൃഷി വകുപ്പിനോട് ഈ പദ്ധതിയിലുള്ള ഉപഭോക്താക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ അതിൻ്റെ സൂക്ഷ്മ പരിശോധന നടത്താൻ ചുമതലപ്പെടുത്തിയിരുന്നു. ഇങ്ങനെ സൂക്ഷ്മ പരിശോധന നടത്താനായി കൃഷി വകുപ്പ് കതിർ എന്ന് പറയുന്ന മറ്റൊരു ഓൺലൈൻ സംവിധാനം ഒരുക്കി. അതോടൊപ്പം തന്നെ ഈ കർഷകരുടെ ഭൂമി സംബന്ധമായ രേഖകൾ പരിശോധിക്കുന്നതിനായി റവന്യൂ വകുപ്പ് അഗ്രി സ്റ്റാക്ക് എന്ന് പറയുന്ന മറ്റൊരു ഓൺലൈൻ സംവിധാനം കൂടി ഏർപ്പെടുത്തി. സത്യത്തിൽ 2019 ഈ ആപ്ലിക്കേഷൻ കൊടുക്കാനായി 2018 ഭൂനികുതി ഒടുക്കിയ രസീത് ആവശ്യമാണ്. എന്നാൽ ഈ സംസ്ഥാന സർക്കാർ ഒരുക്കിയ അഗ്രി സ്റ്റാക്ക് എന്ന് പറയുന്ന ഓൺലൈൻ സംവിധാനത്തിൽ കരമടച്ച രസീത് അപ്ലോഡ് ചെയ്യാനുള്ള സംവിധാനമില്ല. ഇത് കാരണമാണ് 10 ലക്ഷത്തോളം കർഷകർ ഈ പദ്ധതിക്ക് പുറത്തേക്ക് പോകാൻ പോകുന്നു എന്ന ഒരു സാഹചര്യം ഉടലെടുത്തിട്ടുള്ളത്. ഇത് പരിഹരിക്കാനായി സംസ്ഥാന സർക്കാർ യാതൊരുവിധ നിലപാടും സ്വീകരിച്ചിട്ടില്ല. ഇത് പരിഹരിക്കാനായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല. കർഷകരെ ഏതു വിധേനയും രക്ഷിക്കാനുള്ള സാഹചര്യവും സംസ്ഥാന സർക്കാർ ഒരുക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യം മുന്നോട്ട് പോയാൽ, അല്ലെങ്കിൽ ഈ അനാസ്ഥ തുടർന്നാൽ, സംസ്ഥാന സർക്കാരിനെതിരെ കേരളത്തിലെ കർഷകർ സംഘടിച്ച് വലിയ സമരം നടത്തും എന്നാണ് ഇപ്പോൾ കർഷക മോർച്ച മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യമെമ്പാടും വലിയ സ്വീകാര്യതയുള്ള, രാജ്യത്തെ കർഷകർക്ക് താങ്ങായി മാറിയ ഒരു പദ്ധതി, ആ പദ്ധതി കേരളത്തിൽ പ്രതിസന്ധി നേരിടുന്നു. ആ പ്രതിസന്ധി പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന സാഹചര്യവുമുണ്ട്. അതിനെതിരെ കേരളത്തിൽ പ്രതിഷേധം ആളിക്കത്തുകയാണ്. ഇത് ഇത്തരത്തിൽ പ്രതിസന്ധിയിലാകുന്ന ആദ്യത്തെ കേന്ദ്ര പദ്ധതിയൊന്നുമല്ല. നിലവിൽ നിരവധി കേന്ദ്ര പദ്ധതികൾ സംസ്ഥാന സർക്കാരിൻ്റെ അനാസ്ഥ മൂലം കേരളത്തിൽ പ്രതിസന്ധിയിലാണ്. ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്ന ഇൻഷുറൻസ് പദ്ധതി പ്രതിസന്ധിയിലാണ്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ പ്രയോജനം സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല. എന്നിങ്ങനെ ഒട്ടനവധി കേന്ദ്ര പദ്ധതികൾ സംസ്ഥാനത്ത് പ്രതിസന്ധിയിലാകുന്ന സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ കർഷകരെ കൂടി ഉൾപ്പെടുത്തി അല്ലെങ്കിൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് കേരള സർക്കാർ. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി BJP രംഗത്ത് വരികയുമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.